ഹായ്, വെൽക്കം ടു എഡക്സി ലേണിംഗ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസംബർ സൈക്കിളിലെ നെറ്റ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ്, അത് എന്തുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കേസാണ്. ഓക്കെ, നമ്മൾ എയിം 40 പ്രധാനമായിട്ട് നമ്മൾ പറയുന്നൊരു കേസ് ഇതാണ്. ഈ ഡിസംബർ സൈക്കിൾ നമ്മുടെ ചാൻസ് ആണ്. ഇപ്രാവശ്യം നമ്മൾ നെറ്റ് അല്ല JRF ക്വാളിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുകയും പ്രിപ്പറേഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ട്രാറ്റജീസ് അതുപോലെ എല്ലാ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അപ്പോൾ ഡിസംബർ സൈക്കിളിലെ നെറ്റ് എക്സാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വിത്ത് എവിഡൻസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇതിന് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആണ് സിലബസ് മാറിയത്. അപ്പോൾ ഏത് സമയത്തും നെറ്റിന്റെ സിലബസ് മാറാം എന്ന് 2023 വന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. മനസ്സിലായി? 2023 വന്നു. ഇപ്പൊ നമുക്ക് 2025 നമ്മളുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് സമയത്ത് നമുക്ക് ഈ ഡിസംബർ എക്സാം കഴിഞ്ഞാൽ, കാരണം നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനിരിക്കുകയാണ്, ഡിസംബർ എക്സാം കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിലബസ് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. നെഗറ്റീവ് മാർക്സ് ഇതുവരെ ഇല്ല. നെഗറ്റീവ് മാർക്സ് ഇല്ലാത്ത ഇന്ത്യയിലെ ടോപ്പ് 10 ഏറ്റവും ടഫസ്റ്റ് ആയ ടോപ്പ് 10 എക്സാംസിൽ ഒരു എക്സാം ആണ് നെറ്റ്. അതിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം മാത്രമാണ് നെറ്റ്. ബാക്കി ഇപ്പോൾ ഏത് എക്സാം ആയിക്കോട്ടെ, നമ്മൾ എടുത്തു നോക്കണം, ക്യാറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഇതിലൊക്കെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നെറ്റിൽ ഇതുവരെ നെഗറ്റീവ് മാർക്കിംഗ് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ ഏത് സമയത്ത് നെഗറ്റീവ് മാർക്കിംഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഈ രണ്ട് കേസുകൾ. മൂന്നാമത് ഒരു കേസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 2024 ഡാറ്റ എവിടെയുണ്ട്, എത്ര 11 ലക്ഷം പേരോളം ഏകദേശം രജിസ്റ്റർ ചെയ്തു. 6,84,000 പേരെ എക്സാം എഴുതി. കഴിഞ്ഞ വർഷം ജൂണിലെ ഡാറ്റയാണ്, ജൂൺ എക്സാമിന്റെ ഡാറ്റയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലെ ഡാറ്റ പറയുകയാണെങ്കിൽ ഏകദേശം 8,49,000 പേര് എക്സാം രജിസ്റ്റർ ചെയ്തു. അതിലും 6,49,000 പേരെ എന്ത് ചെയ്യും, എക്സാം എഴുതി. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട്. ഓരോ തവണയും എന്ത് ചെയ്യാണ്, കോമ്പറ്റീഷൻ കൂടുകയാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നെറ്റിന് വളരെ ഹൈ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കോമ്പറ്റീഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് നമുക്ക് റിലീവ് ചെയ്യണമെങ്കിൽ നമ്മൾ JRF ക്വാളിഫൈ ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെക്കാനിസം. അത് നമ്മൾ എപ്പോൾ ക്വാളിഫൈ ചെയ്യുക, ഈ ഡിസംബറിൽ 2025 ഡിസംബർ സൈക്കിളിൽ 2025 ഡിസംബർ സൈക്കിളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് JRF ക്വാളിഫൈ ചെയ്യുക. JRF നമ്മൾ ക്വാളിഫൈ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയിം 40 എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാരണം ഇത്രയും വലിയ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ നോക്കിയേ, ഇത്രയും വലിയ ആൾക്കാർ 4,970 പേർക്കാണ് JRF ക്വാളിഫിക്കേഷൻ കിട്ടിയത്. 53,694 പേർക്കാണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിയത്. 1,20,070 പേർക്കാണ് ജൂണിലെ ഡാറ്റ അനുസരിച്ച്, കഴിഞ്ഞ പ്രാവശ്യം ജൂണിൽ എക്സാം ആണെന്നനുസരിച്ച് PhD ഉള്ളിൽ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയത്, നമുക്ക് എലിജിബിലിറ്റി കിട്ടിയത്. അപ്പം നിങ്ങൾ അതുപോലെ ഡിസംബറിൽ നോക്കുകയാണെങ്കിൽ 5,000 പേർക്ക് JRF, 48,000 പേർക്ക് അത് നെറ്റും, അതുപോലെ തന്നെ 1,14,000 പേർക്ക് PhD ചെയ്യാനുള്ള എലിജിബിലിറ്റിയും കിട്ടി. അപ്പം ഇതിൻ്റെ അന്ന് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട്. ഈ 3 കേസ് സിലബസ് ഏത് നിമിഷവും നമുക്ക് മാറാം. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് 2023 വന്നൊരു ന്യൂസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് നിമിഷവും സിലബസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. നെഗറ്റീവ് പറയാൻ പറയും, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 10 എക്സാംസ്, ഡിഫിക്കൽറ്റി ഉള്ള എക്സാംസിൽ ഒന്നാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് മാത്രമാണ് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത. മാത്രമല്ല നമുക്ക് ഇന്ത്യയുടെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ നോക്കാം. ഇപ്പോൾ CVT, PG ആയിക്കോട്ടെ, നീറ്റ്, JEE, ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, വളരെ ഹൈ ആണ്. മാത്രമല്ല നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു കേസ്, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ഹൈ. കാരണം ലക്ഷക്കണക്കിന് പേരാണ് നെറ്റ് എഴുതുന്നത്. അപ്പൊ നമ്മൾ എയിം 40 എയിം ചെയ്ത് 40 ക്വസ്റ്റ്യൻസ് പേപ്പർ 1 ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷുവർട്ടിയോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസംബർ ബാച്ചിൽ എഡക്സി ലേണിംഗ് പഠിച്ചിറങ്ങാൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ, സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. സോ കീപ് ലേണിംഗ് വിത്ത് എഡക്സി ലേണിംഗ്.